ഒരു ജനപ്രതിനിധിക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിന് കിട്ടിയത്. പുതുപ്പള്ളിക്കാർക്ക് അവരുടെ കുഞ്ഞൂഞ്ഞ് എത്രമാത്രം പ്രിയങ്കരനായിരുന്നുവോ അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്കും. ഒരിക്കലും അണയാത്ത, നിലയ്ക്കാത്ത ആ ബന്ധം ഇന്നും പുതുപ്പള്ളിയുടെ മണ്ണിൽ അണയാതെ നിലനിൽക്കുന്നു. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞൂഞ്ഞിൻ്റെ സ്വന്തം പുതുപ്പള്ളി. ആ ബന്ധം അത്രമേൽ ദൃഢമായത് യാദൃച്ഛികമായിരുന്നില്ല. പള്ളിക്കൂടത്തിൽ പോയപ്പോഴും പള്ളിയിൽ പോയപ്പോഴും രാഷ്ട്രീയത്തിലെത്തിയപ്പോഴും പുതുപ്പള്ളിയെ ഉമ്മൻചാണ്ടി മറന്നില്ല. നീണ്ട 53 വർഷം പുതുപ്പള്ളിക്കാരുടെ MLA ആയതും അതുകൊണ്ട് തന്നെ. 1970 ആദ്യം നിയമസഭ കയറുമ്പോൾ ലഭിച്ച പുതുപ്പള്ളിക്കാരുടെ പിന്തുണയും സ്നേഹവും 12 തവണയും അവർ നൽകി. ഞായറാഴ്ചകൾ പുതുപ്പള്ളിക്കാർക്കായി മാറ്റിവെച്ചതും ആ ബന്ധത്തിൻ്റെ ബാക്കിപത്രം. പുള്ളി ഞായറാഴ്ച ഇവിടെ വന്ന് ആളുകളെല്ലാം കാണും. പിന്നെ ഒരു 10:30 തൊട്ട് നമ്മുടെ കല്യാണം നടന്ന വീടുകൾ, മരണ വീട് വന്നാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആദ്യം അവിടെയാണ് പോണേ. അവിടെ പോവും. പിന്നെ പൊതുവികസന പദ്ധതികളൊക്കെ, ഉദ്ഘാടനങ്ങൾ, കാര്യങ്ങളെല്ലാം ഒരിടത്തും പുള്ളി പോകാതെ മാറുന്ന ആളല്ല. അങ്ങനെ എപ്പോഴും ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്ന ഒരു ജനകീയ നേതാവായിരുന്നു. എനിക്ക് സാറ് തന്നിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സംബന്ധമായ ക്ലെയിമുകൾ ചെയ്യുക, ഈ ഡിസാസ്റ്റർ അലോട്ട്മെൻറ്റ് ചെയ്യിക്കുക, അങ്ങനെ പാവപ്പെട്ട വരുന്നവർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. അത് ഒരു വ്യക്തിയുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് 100% ചെയ്തതിന് ശേഷം സാറിൻ്റെ അടുത്ത് നമ്മൾ പറയണമായിരുന്നു. ഇത് അവർക്ക് ഡണ്ണായി, അത് അവർക്ക് പൈസ കിട്ടി എന്ന് ബോധ്യമാകുമ്പോഴായിരിക്കും അത് പുള്ളി നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുള്ളൂ. അതുവരെ നമ്മുടെ പറയാൻ എനിക്ക് അവർക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. 1 വർഷം മുൻപ് ഇതേ ദിവസം പുതുപ്പള്ളിക്കാരുടെ കണ്ണ് നനച്ച് യാത്രയായെങ്കിലും പുതുപ്പള്ളി പുണ്യാളനൊപ്പം അവർ കുഞ്ഞൂഞ്ഞിനും ഇടമൊരുക്കി. പിൻഗാമിയായി മകനെത്തിയപ്പോൾ ഇരുകൈ നീട്ടി പുതുപ്പള്ളിക്കാർ സ്വീകരിച്ചതും ചരിത്രം. ഞാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരോരോരുത്തരും അവരുടെ വീടുകളിൽ മരിച്ചവരോടൊപ്പം, ചില ദൈവത്തിൻ്റെ ഫോട്ടോടൊപ്പമൊക്കെയാണ് പലരും വെക്കുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ് ഈ നാടിന് അദ്ദേഹത്തിനോട്. അപ്പോൾ അത് മറ്റൊരാൾക്ക് എന്തായാലും അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ഇപ്പോഴും അദ്ദേഹം പോയെന്നൊരു ഫീലിംഗ് അവരിൽ പലർക്കും ഇല്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. പുതുപ്പള്ളിയെ വിട്ട് മറ്റൊരിടം ഒരിക്കലും തേടിയിട്ടില്ല ഉമ്മൻചാണ്ടി. അവസാന തെരഞ്ഞെടുപ്പിന് മുൻപ് പറിച്ചു നടാനുള്ള ശ്രമവും വിഫലമായി. പുതുപ്പള്ളിയുടെ മണ്ണിൽ ഇന്നും അവരുടെ കുഞ്ഞൂഞ്ഞ് അണയാതെ ജ്വലിക്കുന്നുണ്ട്. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത ബന്ധമാണ് പുതുപ്പള്ളിയും കുഞ്ഞൂഞ്ഞും തമ്മിലുള്ളത്. പുതുപ്പള്ളി പുണ്യാളനൊപ്പം ഉമ്മൻചാണ്ടി എന്ന നേതാവിനെയും പുതുപ്പള്ളിക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24.